ഹേയ്, റിലാക്സ് അപ്പു, റിലാക്സ്. യു ട്രൈഡ്, ബട്ട് അതൊരു ഫെയില്യൂർ ആയിരുന്നു എന്ന് ഞാൻ പറയില്ല. മറിച്ച് അതൊരു വിജയം തന്നെയായിരുന്നു. അപ്പുവിന്റെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മനസ്സും ശരീരവും തമ്മിലുള്ള യുദ്ധത്തിൽ മനസ്സ് തന്നെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇനി ധൈര്യമായിട്ട് അപ്പുവിന് തന്റെ ചോയ്സ് തിരഞ്ഞെടുക്കാം. അപ്പു, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് മാളുവിനോട് അല്പം സംസാരിക്കാനുണ്ട്. ഐ എം സോറി മാളവിക. ഈ പരീക്ഷണത്തിന്റെ എൻഡ് റിസൾട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങളുടെ ആദ്യ വിസിറ്റിൽ തന്നെ എനിക്കറിയാമായിരുന്നു. ഡോക്ടർ, എങ്ങനെയെങ്കിലും അവളെ ഇതിൽ നിന്ന്... വെയിറ്റ്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. തന്റെ ഫ്രണ്ട് ജീവിച്ചിരിക്കുന്നത് കാണാനാണോ മാളവിക ഇഷ്ടപ്പെടുന്നത്, അതോ... ഡോക്ടർ, അരുത്. അപ്പോനൊന്നും സംഭവിക്കരുത്. എങ്കിൽ ആ കുട്ടി അതിന്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്. അവൾ അവളുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കട്ടെ. മാളവിക, തന്റെ കൂട്ടുകാരിക്ക് ഇനി ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസ് അത്ര നിസ്സാരമല്ല. പക്ഷെ ആരൊക്കെ എത്ര വെല്ലുവിളിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും അതിനെയെല്ലാം തന്റെ ഫ്രണ്ട് അതിജീവിക്കും. അതിനപ്പൂനെ സഹായിക്കേണ്ടത് ഒരു നല്ല ഫ്രണ്ടെന്ന നിലയിൽ തന്റെ കടമയാണ്. അല്ലെങ്കിൽ സമ്മർദ്ദത്തിനടിപ്പെട്ട് അപ്പൂന് സ്വന്തം ജീവിതത്തിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യേണ്ടി വരും. ആദ്യം മാറേണ്ടത് നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. ആണിനും പെണ്ണിനും മാത്രം അവകാശപ്പെട്ടതല്ല ഈ ഭൂമി. ഇഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ, ഭക്ഷണവും വസ്ത്രവും വീടും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ, ഓരോ മനുഷ്യനും അവനിഷ്ടപ്പെടുന്ന താല്പര്യമുള്ള ജെൻഡർ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ സത്യം മനസ്സിലാക്കിയാൽ അപ്പൂനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയും. സഹതാപം അവർക്ക് ആവശ്യമില്ല. ആത്മവിശ്വാസവും ധൈര്യവുമാണ് ഇപ്പോൾ അപ്പൂന് ആവശ്യം. അത് പകർന്നു കൊടുക്കാൻ മാളവികയ്ക്ക് കഴിയട്ടെ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നതുകൊണ്ട് ഞങ്ങളുടെ ഈ വരവ് ഒരു ബുദ്ധിമുട്ടായോ? ഹേയ്, നെവർ. വന്നപ്പോ അശ്വതി മാളു ഇവിടെ ഇല്ലാതെ പോയതിന്റെ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അശ്വതി ചേച്ചിക്ക് എന്താ ഹെൽത്ത് ഇഷ്യൂസ്? സ്പോണ്ടിലൈറ്റിസിന്റെ പ്രോബ്ലം ആണ്. കുറച്ചുനാളായി തുടങ്ങിയിട്ട്. കുറച്ചു നാളത്തേക്ക് കമ്പൽസറി റെസ്റ്റ് പറഞ്ഞിരിക്കുക ഡോക്ടർ. പക്ഷെ ബാങ്കിലെ ജോലിയാകുമ്പോൾ എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമെന്ന് അറിയണം. അതിന് പോയിരിക്കുക ആള്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ അമ്മേ. ഇവിടം വരെ വന്നിട്ട് ഒരു കപ്പ് ചായ പോലും കുടിക്കാതെ പോയാ അതിന്റെ സങ്കടം ഞങ്ങൾക്കാ. രണ്ടുപേർക്കും മധുരമാകാലോ അല്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. കേട്ടോ മുരളിയേട്ടാ, അമ്മ ഞങ്ങൾ ശരിക്കും ഞെട്ടിച്ചു. നമ്മുടെ കൂട്ടൊരു തണുപ്പും മട്ടൊന്നുമല്ല അമ്മയ്ക്കെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അങ്ങോട്ട് വരുന്ന കാര്യം ഞങ്ങളോട് പോലും ഒന്നും പറഞ്ഞില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ജോത്സ്യനെയും കണ്ട് നിശ്ചയത്തിനുള്ള മുഹൂർത്തം ഉറപ്പിച്ചു വന്നിട്ടാ ഞങ്ങളോട് പറയുന്നേ. എന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ മക്കളെ. നല്ല കാര്യങ്ങളൊന്നും നമ്മളായിട്ട് വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഏതായാലും രണ്ടുപേരുടെയും ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടെന്ന് അറിഞ്ഞപ്പോ സമാധാനമായി. അങ്ങനെ വെറും പൊരുത്തമൊന്നും അല്ല മോളെ. രണ്ടും തമ്മിൽ ചേരേണ്ട ജാതകങ്ങളാണെന്നാ ജ്യോത്സ്യം പറഞ്ഞത്. 10ൽ 9 പൊരുത്തമുണ്ടത്രേ. അമ്മയായിട്ട് നോക്കിച്ചത് കാര്യമാക്കണ്ട. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ കൊണ്ട് വേണമെങ്കിൽ നോക്കിക്കാം. എന്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതല്ലേ? ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നോക്കിച്ചല്ലോ, അത് തന്നെ ധാരാളം. അപ്പോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് ആണായും പെണ്ണായും മാളും ഒരാളെ ഉള്ളെന്നറിയാലോ. അതുകൊണ്ട് ഇവരുടെ സമ്പാദ്യമല്ല അവർക്കുള്ളത്. ഞങ്ങൾ ആ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് അതൊന്നും അറിയാൻ വേണ്ട. ദേ, പൊങ്ങച്ചം പറയാണെന്ന് വിചാരിക്കരുത്. ഈ ഡൗറി സിസ്റ്റത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാ ഞാൻ. ഇവളും അതുപോലെ തന്നെ. കിഷോറേട്ടൻ ഉദ്ദേശിച്ചത് നിശ്ചയത്തിന്റെ തീയതി ഏത് ഫിക്സ് ചെയ്യണോന്ന്. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ.
അതെ അതെ, രണ്ടിലേതായാലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്കിൽ പിന്നെ മറ്റ് അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആദ്യത്തെ ഡേറ്റ് തന്നെ അങ്ങ് ഫിക്സ് ചെയ്താലോ? പറഞ്ഞല്ലോ, എല്ലാവർക്കും സൗകര്യമാണെങ്കിൽ മാത്രം. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ.